ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ പുലിക്കളിയുടെ അന്നത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 2 ദിവസമായി. പക്ഷെ വോയിസ് കൊടുക്കാനൊന്നും നേരം കിട്ടിയില്ല. കുറച്ച് തിരക്കിൽ അങ്ങനെ പെട്ടുപോയി വൈകിപ്പോയതാണ്. അതിരാവിലെ ഞാനും അനിയനും കൂടി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അനിയൻ്റെ ഫ്രണ്ട് ഫാമിലി വരുന്നുണ്ട്, അഭിലാഷ് ഫാമിലി. അവർ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണ്, ട്രിവാൻഡ്രം കടയ്ക്കാവൂർന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവർ നേരെ ഗുരുവായൂർ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയനും കൂടെ വന്നതാണ്. ഞങ്ങളൊരു 6:40 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:20 തോന്നുന്നു ട്രെയിനിൻ്റെ സമയം, ഗുരുവായൂരെത്തുന്ന സമയം. അനിയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അഭിലാഷ് 2 വട്ടം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവർ വരുന്ന ട്രെയിൻ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അവർ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയെന്ന് ഗുരുവായൂരാണ്. ഇതാണ് കേട്ടോ അഭിലാഷും അഭിലാഷിൻ്റെ വൈഫ് വീണ, മക്കൾ 2 പേര്. മൂത്താള് ആരവ്, ഇളയാള് ആർദ്രവ്. ശ്രീകുട്ടൻ ഹരിക്കുട്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ നേരെ അവിടെ ഗുരുവായൂരാണ് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർ വന്ന് ഫ്രഷായി അവിടെ തൊഴുതു. ഉള്ളിൽ കയറിയില്ല, പുറമേ തൊഴുതിട്ട് ഞങ്ങൾ പോന്നു. കാരണം നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പം തൊഴാൻ നിന്ന് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് തൊഴാൻ നിന്നാൽ വൈകും. അപ്പോൾ ഒരു ദിവസമേ ഉള്ളൂ, അവർ വൈകുന്നേരം തിരിച്ചു പോകും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തൊഴുതൊക്കെ ഇറങ്ങി കുറച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അധികം ഫോട്ടോസും വീഡിയോസും എടുത്തില്ല, കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഉള്ളതല്ലേ അമ്പലത്തിൽ. സത്യം പറഞ്ഞാൽ തലേ ദിവസം വരണമായിരുന്നു. അപ്പോൾ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്കത് രാവിലെ വന്ന് തൊഴുത് സമാധാനമായിട്ട് പോരുത്. ഇപ്പോൾ ഒരു ദിവസം വരുള്ളൂ. അപ്പോൾ എല്ലായിടത്തൊക്കെ ഒന്ന് പോകണം, വൈകുന്നേരം തിരിച്ചും പോകണം. അങ്ങനെ ലീവും കഴിയാറേ, അപ്പോൾ അവർക്ക് തിരിച്ച് ബാംഗ്ലൂരും പോകണ്ടേ. മക്കളൊക്കെ അനിയനായിട്ട് നല്ല കമ്പനിയും പരിചയമൊക്കെയാണ് കേട്ടോ. മുന്നേ കണ്ടിട്ടുണ്ട്. അനിയൻ്റെ 3-4 പ്രാവശ്യമൊക്കെ അഭിലാഷിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ മുന്നേ കണ്ട് നല്ല പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ എപ്പോഴും പറയുന്നു, രമേശ് മാമൻ എന്നാണ് വിളിക്കുന്നത്. രമേശ് മാമൻ്റെ വീട്ടിൽ പോകണം, വീട് കാണണം, തൃശ്ശൂർ പോകണം എന്നൊക്കെ. അങ്ങനെ പ്രത്യേകിച്ച് ആ 3 കേട്ടോ, ആരവ് മോൻ. അപ്പോൾ ആളുടെയും കൂടെ നിർബന്ധപ്രകാരമാണ് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം ഗുരുവായൂരിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് മമ്മിയൂർ അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തൊഴുത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. സത്യത്തിൽ എഡിറ്റ് ആയിരിക്കുമ്പോഴതൊക്കെ ഞാൻ ആലോചിച്ചത്. ഇതും ചില കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വേഗം ടൗണിലേക്ക് വന്നു. വടക്കുനാഥലിൽ പോകണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അടച്ചു. അപ്പോൾ പിന്നെ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ 1-2 കടകളിലൊക്കെ കയറണമായിരുന്നു. ഷോപ്പിംഗ്, ചെറിയൊരു ഷോപ്പിംഗ്. അവിടെയൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് തന്നെ പോന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടിയെ കൊണ്ടുവന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്കും അനിയനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടിയെ കൊണ്ടുവന്നു. ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്, അവർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കളറാണ് കൊണ്ടുവന്നത്, ഒരു ബ്ലാക്ക് വൈറ്റ് ഷെയ്ഡിലുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ പുലിക്കളി കാണാൻ വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഫുഡൊക്കെ റെഡിയായിരുന്നു. ഞങ്ങൾ അമ്മയും കൂട്ടി വരണമെന്ന് പ്ലാൻ ചെയ്തു, പക്ഷെ ഫുഡൊക്കെ റെഡിയാക്കണ്ടേ. അപ്പം അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ടൗണിൽ പോയിട്ട് തിരിച്ചു വന്നു. ടൗണിൽ പോയത് പക്ഷെ വെറുതെ ആയിപ്പോട്ടോ, ഷോപ്പിംഗ് മാത്രമേ നടന്നുള്ളൂ. അമ്പലത്തിൽ പോയ കാര്യം നടന്നില്ല. അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഫുഡൊക്കെ. കൊഞ്ച് വറുത്തത്, ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തത്, പിന്നെ അവലി വറുത്തതുണ്ടായിരുന്നു, മീൻ കറി, പിന്നെ മോര്, സാമ്പാർ, ക്യാബേജ് തോരൻ, പിന്നെ പുളിഞ്ചി അച്ചാർ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ചു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ഈ മക്കൾ 2 പേരും ഞെട്ടിച്ച് കളഞ്ഞു. ഇത്രയും അടക്കം ഒതുക്കും. പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേണോ, അത് വേണം, ഇത് വേണം, അങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം, അങ്ങനെ ഒരു തരത്തിലുള്ള വാശിയോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ പോലും ഒന്നും വേണ്ട. മാത്രമല്ല 2 പേർക്കും നല്ല ചുമയുണ്ട്. നല്ല ചുമയും നല്ല വയ്യായിയും തൊണ്ടവേനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വിഷമങ്ങളോ ഒന്നും കാണിച്ചില്ല. ഒരു കുഴപ്പമില്ലാതെ നടക്കാനാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിലും ഒരു പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ. ഞാനൊക്കെ എന്തെങ്കിലും ഒരു ചുമയോ അസുഖം എന്തെങ്കിലും വന്നാൽ പിന്നെ ക്ഷീണമായി തളർച്ചയായി എങ്ങോട്ടും ഇല്ല. പുറത്തൊക്കെ ഇറങ്ങിയാലും കൂടെ ഉള്ളവർക്കും സ്വസ്ഥത സമാധാനം കൊടുക്കൂല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇവരെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അത്രയും വയ്യ 2 ആൾക്കും. അതിൽ മൂത്ത ആൾക്കാണെങ്കിൽ നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പുറത്ത് കാണിക്കാതെ, അതിൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതെ, ആൾക്കാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് രമേശ് മാമൻ്റെ വീട് കാണണം, വീടൊന്ന് കണ്ടാൽ മതി, അത്രയും വീട് കാണാൻ അത്രയും ആവേശത്തോടു കൂടി വന്നിരുന്നായിരുന്നു. അപ്പോൾ പനിയോ അസുഖങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് അതിൻ്റെ ഒരു അത്രയ്ക്ക് ഞങ്ങളങ്ങോട്ട് സന്തോഷത്തോടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു.
പക്ഷെ എന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല. അത് സത്യമായിട്ട് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണും, ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യാറുണ്ട്, വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ നല്ല രസമായിരുന്നു. ആകെ ഒരു സങ്കടം ആ ഒരു ദിവസമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ മിനി പറഞ്ഞു. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തു. അരമണിക്കൂർ തികച്ചൊന്നും കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ആ ചായയുടെ നേരമായി. അമ്മ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ടൗണിലോട്ട് പോയി പുലിക്കളി കാണാനായിട്ട്. ഞാനും അനിയനും കൂടെ എവിടെയോ കാറ് കൊണ്ടിട്ട് കേട്ടോ. കാറ് കൊണ്ടിട്ട് നടന്നു വരികയാണ്. കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഇനി അങ്ങോട്ട് കുറച്ച് പുലിക്കളിയുടെ വിശേഷങ്ങളാണ്. പുലിക്ക് ചുമ പിടിച്ചോ? ചുമക്കുന്ന പുലി. കുറച്ചു നേരം പുലിക്കളിയൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ വടക്കുന്നാഥിലോട്ട് പോയി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് അടച്ചല്ലോ. അപ്പോൾ പിന്നെ വൈകുന്നേരം കയറിയും തൊഴുതിട്ട് വരാമെന്ന് കരുതി അവർക്ക് പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അമ്പലത്തിലോട്ട് പോയി. അവരെവിടെ വരുന്നുണ്ട്, വരുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്ക് അനിയൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അനീഷ് ചേട്ടൻ. ഇവരെല്ലാവരും ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ചേട്ടൻ ഈ അടുത്ത് ട്രാൻസ്ഫർ ആയിരുന്നു അനീഷ് ചേട്ടന്.
ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക്. അപ്പോൾ ചേട്ടൻ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 10 മണിക്ക് എന്തോന്ന് ട്രെയിൻ. എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ വൈഫ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. ചേട്ടൻ വർക്ക് ചെയ്യുന്നത് കൊല്ലത്ത്. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. പുലിക്കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ, അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് നെല്ലിക്ക സംഭാരം കണ്ടപ്പോൾ അത് കുടിക്കാൻ കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കുടിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നെല്ലിക്കയ്ക്ക് ഉപ്പിലിട്ട വെള്ളമില്ല, അത് കുടിക്കുന്ന ഒരു ടേസ്റ്റാണ്. എന്നാലും കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഞങ്ങൾ സഫേറിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാവരും കൂടി ഇനി അത്രയും ദൂരം നടക്കണ്ട, ഞങ്ങളോട് ഓട്ടോയ്ക്ക് പോക്കോ, അവർ പതുക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണയും അമ്മയും ഞാനും കൂടെ ഓട്ടോയ്ക്ക് പോയി. കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് ഓട്ടോ കിട്ടാനും, കുറച്ച് ദൂരം നടന്നു ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഓട്ടോയും കിട്ടിയത്. കാരണം നല്ല തിരക്കായിരുന്നു, ടൗൺ മൊത്തം നല്ല തിരക്കാണ്. പുലിക്കളി കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ സഫേറിലെത്തി. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അനിയൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ബിരിയാണി തിന്നാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞായിരുന്നു ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് സഫേറിൽ പോയിട്ട് എല്ലാവർക്കും കൂടെ ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ പറഞ്ഞു. അനിയനും പിന്നെ ഇളയ ആൾ ഹരിക്കുട്ടനും പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞത്. बिरयानी ऐसा होता है बर्गर ना चिकन करो करी चिकन चिकन അനീഷ് ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. കാരണം ചേട്ടൻ്റെ ട്രെയിനിൻ്റെ സമയം 10 മണിയായിരുന്നു. 10 മണി ആകാറായിരുന്നു. അപ്പോൾ ചേട്ടൻ അങ്ങനെ അങ്ങ് പോയി. ഇവരും ഒന്ന് പോകും. ഇവർക്ക് പോകേണ്ട ട്രെയിനിൻ്റെ സമയം 11:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. കാരണം ഫുഡ് കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് പുലിക്കളി കഴിഞ്ഞിട്ട് അതിൻ്റെ വണ്ടിയും ടാബ്ലോയുടെ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഇനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും പണി കിട്ടണ്ടെന്ന് കരുതി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി. ട്രെയിൻ 11:30-ക്കായിരുന്നു. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല വിഷമമുണ്ട് പോകുന്ന കാണുമ്പോൾ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴും വോയിസ് കൊടുക്കുമ്പോൾ ഇവർ പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം. അടിപൊളിയായിരുന്നു. അഭിലാഷും വീണയും പിള്ളേരൊക്കെ സൂപ്പറായിരുന്നു. ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായനെ. അപ്പോൾ ഇനി വരുമ്പം നിൽക്കാനായിട്ട് 2 ദിവസമൊക്കെ നിൽക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ, നല്ലൊരു ദിവസമായിരുന്നു. ശരി ശരി വരാം. അങ്ങനെ അവരെ യാത്രയാക്കി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.